കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എം പിമാരായിട്ട് ഇവിടെ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മുൻനിർത്തി ഞങ്ങൾ ഒരു ബ്രിഡ്ജായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കണക്കിന് ഞാൻ കേരളത്തിൻ്റെ വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുത്ത് അവരുടെ പക്കൽ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 3 കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഈ പണം യഥേഷ്ടം വാങ്ങിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് സമഗ്ര ശിക്ഷാ ഫണ്ട് കേരളത്തിന് തടഞ്ഞു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് രാജസ്ഥാനിൽ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്, കർണാടകയിലും ഹിമാചലിലും ഇപ്പോൾ ഉള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഇവരുടെ ചുമലിലൂടെ യഥാർത്ഥത്തിൽ കേരളത്തെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഈ 3 പേർ യഥേഷ്ടം ഫണ്ട് മേടിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പരാതിയാണ് ഉന്നയിക്കാനുള്ളത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ നിലപാടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയെ ദുർബലമാക്കിയതെന്നാണ് അദ്ദേഹം തന്നെ ഇന്ന് കൃത്യമായിട്ട് പാർലമെന്റിന്റെ വേദിയിൽ പറഞ്ഞത്. അതായത് ഇല്ല, മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിവൻകുട്ടിയുടെ കൂടെ, കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്, തർക്കമില്ല കാര്യത്തിൽ. അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യവും എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതായത് കേരളത്തിൻ്റെ ന്യായമായിട്ടുള്ള വിഭവം കിട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക, മന്ത്രിമാരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്നിൽ അർപ്പിതമായിട്ട് സമ്മതിച്ചിരുന്നോ? ഒരിക്കലുമില്ല. അത് PM ശ്രീ കരാറ് കേരളത്തിൽ സൈൻ ചെയ്യുന്നത്, അതായത് CPI അടക്കം പറഞ്ഞ രാത്രി ഒളിച്ചു പോയി ഒപ്പിട്ടു എന്നൊക്കെ ആരോപണം ഉന്നയിച്ച് ആ കരാർ ഒപ്പിടുന്നതിലേക്ക് താങ്കൾ മധ്യസ്ഥം വഹിച്ചിരുന്നോ? ഒരിക്കലുമില്ല. അതായത് PMC കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്കറിയേയില്ല.